പണിക്കരോ താനിപ്പോ സ്റ്റേഷനിലാണ്? ഞാനിവിടേക്ക് വന്നിട്ട് 3-4 മാസമായി. മേനോൻ സാറിന്റെ ഇവിടെ ഇന്നത്തെ ഉത്സവം എന്റെ അളിയന്റെ വകയാ, കേട്ടിട്ടുണ്ടാവും. ചന്ദ്രോത്ത് ഗോവിന്ദ മേനോൻ. ചന്ദ്രോത്ത് ഒന്നും കേൾക്കാത്ത ആളുണ്ടോ ഈ നാട്ടില്? എന്തിനാ കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? സൂര്യൻ നിന്നോട് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. നീ കണ്ടോ? അമ്പലപ്പറമ്പിൽ മുഴുവൻ ഞാൻ നോക്കി, ആളെ കാണാനില്ല. ഈശ്വര, പിന്നെ എവിടെ പോയിട്ടുണ്ടാവോ എന്തോ. ആൾക്കാർ ബഹളമാക്കി നീ കുട്ടി അവിടെ എന്തെടുക്കുക? റെഡി ആയില്ല ഇതുവരെ? സമയം എത്രയെന്നറിയോ? അച്ഛന്റെയും അമ്മയുടെയും മുത്തച്ഛന്റെയും കാൽക്കൽ നമസ്കരിച്ച് അരങ്ങിലേക്ക് വന്നോളൂ. സൂര്യേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ അച്ഛാ. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമ്പോളെ സൂര്യേട്ടനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചു തന്നെ. നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാവും. ഇപ്പൊ മനസ്സിലെ വേറെ ഒരു ചിന്തയും പാടില്ല. കാവിലമ്മയെ ധ്യാനിച്ചേ അരങ്ങത്തേക്ക് ചെല്ലുമോളെ. അരങ്ങേറ്റത്തിലുള്ള സമയം തെറ്റിക്കണ്ട. എന്റെ കാലി വേണം, അനുഗ്രഹം വാങ്ങിച്ചോളൂ. അല്ല അവിടെ കാർന്നോരുടെ അല്ല, ഇവിടെ അല്ല അളിയന്റെ. ഓക്കെ. ടൗണിൽ നിന്ന് വാങ്ങിയതാ. സുമംഗലയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. അതുകൊണ്ടാ മുന്നറിയിപ്പൊന്നും കൂടാതെ മുങ്ങിയത്. മൂക്കിലൊക്കെ ചോര. അത് ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് തട്ടി വീണതാ. അതൊന്നല്ല സുരേട്ടാ, നമുക്ക് ഉടനെ ആസ്പത്രിയിൽ പോവാം. എനിക്കൊന്നുമില്ല സുമംഗലെ. താൻ പോയി ഡ്രസ് ചെയ്യാൻ ചെയ്യും. ഞാൻ ഈ മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് വരാം. പറഞ്ഞത് കേക്ക് പ്ലീസ്. ചെല്ലു. നീ എത്തിയോ? എത്തില്ലെന്ന് കരുതിയില്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വേണ്ട, വലിയ അഭിനയൊന്നും വേണ്ട. ഒരച്ഛനെ പോലെ നിങ്ങളെ ഞാൻ കരുതിയത്. മരിക്കാന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇതിനിടയിൽ ഞാൻ സുമംഗലെ ഇഷ്ടപ്പെട്ടു പോയി. അവൾക്ക് വേണ്ടി ജീവിക്കാൻ കൊതിച്ചു. അത് ഇഷ്ടമല്ലെങ്കിൽ ഒരു കത്തിയോ കടാരയോ എന്താന്ന് വെച്ചാൽ നെഞ്ചത്ത് കുത്തിയിറക്ക്, കൊല്ല്. അല്ലാതെ ഇരുട്ടത്ത് തല്ലിക്കൊല്ലാൻ വേണ്ടി കൂലിത്തൊഴിലാരെ അയക്കേണ്ട കാര്യമൊന്നുമില്ല. അളിയ, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവൻ എന്തൊക്കെയാ പറയണേ? കൊല്ലാൻ ആളയച്ചോ? ആര്? അളിയൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അളിയനാണ് വേണം. അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഉത്സവം കഴിയുമ്പോ ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന് അളിയോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവനെ തട്ടാൻ ആളയച്ചത് ഞാനാണ്. നീ എന്നെ കൊലവരുത്തി കയറ്റി അടങ്ങൂല്ലേ? അല്ല, അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ. മതി, സഹായിച്ചോടത്തോളം മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാവിലമ്മേ, പരദൈവങ്ങളെ, കാക്കാവുന്നിടത്തോളം കാത്തു, പിടിച്ചു നിൽക്കാവുന്നിടത്തോളം നിന്നു. ഇനി വയ്യ.
അറിഞ്ഞുകൊണ്ട് ഇന്നോളം ആരെയും ദ്രോഹിച്ചിട്ടില്ല. അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് എന്റെ ആയുസ് എടുത്തോളൂ നാഗത്താന്മാരെ. വിട്. ഇല്ല, എന്നെ വിടാൻ പറഞ്ഞില്ലേ? എനിക്കിനി ജീവിക്കണ്ട, ആരുടെ ആയുസും വേണ്ട, ഔദാര്യവും വേണ്ട, എന്നെ വിടാൻ. ഇല്ല, വിടില്ല. ഒരു മരണത്തിന്റെ ശാപം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. ഇനി നിങ്ങളായിട്ട് മറ്റൊരു ശാപം കൂടി എന്റെ തലയെ കെട്ടിവെക്കരുത്. അതിനെ ഞാൻ സമ്മതിക്കില്ല. എന്താ നീ പറഞ്ഞേ? മരണത്തിന്റെ ശാപോ? അപ്പൊ നീ ആരെയോ കൊന്നിട്ടാണ് വന്നതല്ലേ? ഇല്ല. സത്യം പറ, നീ ആരെ കൊന്നിട്ടാ വന്നത്? ഞാൻ ആരെ കൊന്നിട്ടില്ല. എല്ലാവരും അതിലിടന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവന, അറിയോ? എനിക്ക് പ്രിയയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലെന്നേ. പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും ഏട്ടനും അവൾ നിനക്കുള്ളതാണെന്ന് തീരുമാനിച്ചതാ. അച്ഛന്റെ ആഗ്രഹം അതന്നെയായിരുന്നു. അമ്മാവനോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഇനി അങ്ങനെ പറഞ്ഞാൽ പണവും പ്രതാപവും ഇല്ലാത്തതുകൊണ്ട് നമ്മളവരെ മനഃപൂർവ്വം തഴഞ്ഞതാണെന്നേ ഏട്ടൻ കരുതും. ഹ്, അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാമേ. അവൾക്ക് പയ്യനെ കണ്ടുപിടിക്കാൻ നീ കഷ്ടപ്പെടണമെന്നില്ല. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് അറിഞ്ഞാ കൊള്ളാം. നോക്ക്, നിനക്ക് അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയരുത്. പറഞ്ഞ അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പറയും മോനെ, നാളെ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിട്ടാണ് അമ്മാവൻ വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയണ്ടേ? അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ എന്നും അമ്മ എന്റെ കൂടെ ഉണ്ടാവണം.